കോളിഫ്ലവർ വെച്ചിട്ട് ഒരു ഉപ്പേരി മോഡല് അല്ലെങ്കിൽ നമ്മൾ തോരനൊക്കെ വെക്കില്ലേ? സാധാരണ തോരൻ വെക്കുമ്പോൾ അതിൽ ഇത്രയും നാളികേരം തേങ്ങയൊക്കെ ചിരവിതിടും. പക്ഷെ ഇതല്ല കേട്ടോ. നമ്മളൊരു റോസ്റ്റ് എന്നൊക്കെ പറയാം. നമ്മൾ റോസ്റ്റ് ഉണ്ടാക്കാം കോളിഫ്ലവർ വെച്ചിട്ട്. മിനിമൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. സാധാരണ എല്ലാവരും കോളിഫ്ലവർ ഇങ്ങനെ പൊരിച്ചിട്ട് നമ്മൾ വൈകുന്നേരം സ്നാക്സ് ഒക്കെ ആയിട്ടല്ലേ കഴിക്കാറുള്ളത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, വെറുതെ റൈസിൻ്റെ കൂടെ കഴിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നമുക്ക് വേണ്ട സാധനങ്ങൾ ഞാൻ പെട്ടെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ ഇത്തിരി ചോറ് ഇത് ഊറ്റേ വേണ്ടു കേട്ടോ. ചോറ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാറ്റി വെക്കട്ടെ. ഇനി നമുക്ക് ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൻ എടുക്കുക. ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്ക് പാൻ എടുക്കുക. നോൺ സ്റ്റിക്ക് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ കയ്യിലെ സാധനങ്ങൾ വേണ്ട രസമല്ലേ? കിളിങ്ങല്ലേ, മറ്റേ പണ്ട് കുഞ്ഞ് ആട്ടുകുട്ടികൾക്ക് കഴുത്തിൽ കെട്ടി കൊടുക്കണ പോലെ. അപ്പം ഇങ്ങനത്തെ ഒരു പാൻ എടുക്കുക. പാനിൽ നമ്മൾ സാധാരണ കോളിഫ്ലവറിൽ ചെറിയ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടാവില്ലേ? ഈ ചെറിയ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കില്ലേ? അതേപോലെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ. ഭയങ്കരമായിട്ട് വേവണ്ട, ഇത്തിരി ഒന്ന് ഒരു 50% വെന്താൽ മതി കേട്ടോ. ബാക്കി നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ബാക്കി വെന്തോളൂ കേട്ടോ. ഗ്യാസ് കത്തിക്കാം. കോളിഫ്ലവർ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒരു പകുതി വേവോളം വേവിച്ചിട്ട് എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതൊന്നും ഇങ്ങനെ മുങ്ങി കിടക്കുന്ന രീതിയിൽ വെള്ളം മതി കേട്ടോ. ഓവറായിട്ട് കുറേ വെള്ളമൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് ഇത്രയും മഞ്ഞൾപ്പൊടി ഇടാം. ഇത് നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്? നമ്മളുടെ കിച്ചൺ നമുക്ക് ഭയങ്കര ക്യാഷൊന്നും കൊടുത്തിട്ട് നമുക്ക് ഭയങ്കര എസ്തെറ്റിക് ആക്കുകയൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചെറിയ മിനിമൽ പ്രൊഡക്ട്സ് വെച്ചിട്ട് നമുക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു 28 പീസ് ഉണ്ട് കേട്ടോ ഈ ഒരു ബോട്ടിൽ. കുഞ്ഞിതും പിന്നെ വലുതും 1 ലിറ്റർ, 1/2 ലിറ്ററിൻ്റെ, അതിലും ചെറുത്, വിത്ത് സ്പൂൺ അടക്കമാണ് കേട്ടോ. അത് പറഞ്ഞു അതിൻ്റെ കൂട്ടത്തിൽ. ഇതാ നമുക്ക് പൊടിച്ച മഞ്ഞളാണ്. ഇത് വെച്ചിട്ട് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടേ. ഇത്തിരി മഞ്ഞൾപ്പൊടി ഇടാം. ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. വേവണ സമയത്തൊന്നും കൂടെ ഉപ്പ് പിടിച്ചോട്ടെ. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെക്കാം കേട്ടോ. കുറച്ച് നേരം വേണ്ട, ഒരു 2 മിനിറ്റ് മതി കേട്ടോ. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടോ, തിളച്ച് മറിയണമൊക്കെ. എന്താ പകുതി വെന്തിട്ടുണ്ട്. നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഒരു കടായി വെക്കുക. നല്ല കട്ടിയുള്ള കടായി വെക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മളിതൊന്ന് അടച്ചു വെച്ച് വേവിക്കണ പരിപാടിയും കൂടെ ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് എത്ര തോന്നുക വെച്ചാൽ. ചിലർ മിനിമലായിട്ട് വളരെ കുറച്ചല്ലേ വെളിച്ചെണ്ണ ഉപയോഗിക്കുള്ളൂ. ഞാനൊരു ഡീപ്പ് ഫ്രൈയും കൂടെയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി വെളിച്ചെണ്ണ. ഇനി നമുക്ക് ഒരു പട്ട മതി കേട്ടോ, കറിവേപ്പില. ഒരു പട്ട കറിവേപ്പില. ഇതാ നമ്മൾ കടുകാണ് കേട്ടോ. അതിലേക്ക് ഒരു ടീസ്പൂണോളം ഇട്ടാൽ മതി. കടുക് നമുക്ക് ഏകദേശം പൊട്ടി വരുമ്പോൾ ഇതാ വറ്റൽമുളക്, ഒരു 3 വറ്റൽമുളക്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് കുറച്ച് കറിവേപ്പില, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യണത്,
നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അത് നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. പേസ്റ്റ് പോലെയല്ല കേട്ടോ, ഞാൻ ക്രഷ് ചെയ്തെടുക്കുക ചെയ്തത്. ഭയങ്കരമായിട്ട് പേസ്റ്റായിട്ട് വരണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ആയാൽ മതി. നമുക്കിത് ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം ഒന്നുകൂടെ മാറണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് സവോള കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ സവോള വേണം ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണ്ട, കാരണം നമ്മൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ കോളിഫ്ലവറിൽ. നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിനെ വേണം എടുക്കാൻ. ആരും മറക്കരുത്, മാത്രം മതി. അധികം എരിവുണ്ടാവില്ല അതുകൊണ്ടാണ് കാശ്മീരി ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ നല്ലോണം വെന്ത് കിട്ടണം സവോള. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച നമ്മുടെ കോളിഫ്ലവറില്ലേ അതിലേക്ക് ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കാം കേട്ടോ. ഇനി വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. നോക്കൂ, ഇപ്പൊ കളർ നോക്കൂ, രസല്ലേ. ഇതാണ് നമ്മൾ മല്ലിയില, പുതിനയില, അങ്ങനെ ഹെർബ്സ് ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു ബോക്സ് ആണ് കേട്ടോ. നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നും, ഇതിപ്പോൾ ഞാൻ വാങ്ങിയിട്ട് ഒരു 3-4 ദിവസമായി, പക്ഷെ ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഈ മല്ലിയില ഇരിക്കാനുള്ള ഒരു കാരണം ഈ ഒരു ബോക്സിൽ സ്റ്റോർ ചെയ്തതുകൊണ്ടാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ, മല്ലിയിലൊക്കെ പെട്ടെന്ന് ചീഞ്ഞ് പോകുന്നുണ്ട്, ചീത്തയായി പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ബോക്സ് വാങ്ങി വെക്കൂ കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒരു ഹോളുണ്ട്, അതിൽ നമ്മൾ വെള്ളം നിറച്ച് വെക്കണം. എന്നിട്ട് ഈ സാധനം വെച്ചിട്ട് ഹോൾ ഫില്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില എല്ലാ ദിവസത്തേക്കും നമുക്ക് എടുക്കാൻ വേണ്ടി കിട്ടും. കഴുകിയിട്ട് ഞാൻ ഇതിൽ വെച്ചതാണേ. ഒരു 2-3 ഇലകൾ ഇങ്ങനെ അവിടെയും ഇവിടെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും. മതി. ഇനി നമുക്ക് ഇതേപോലെ തന്നെ ഇത് അടച്ചു വെക്കാം. അത് നല്ല ഉപ്പേരി രൂപത്തിൽ നല്ല എന്താ പറയുക ഡ്രൈ റോസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ, റൈസിൻ്റെ കൂടെ അല്ലാതെ. ഇതിലിപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ പൊട്ടറ്റോ ഇല്ലേ ഓഫ് ചെയ്യാം കേട്ടോ, നമ്മുടെ ഉരുളക്കിഴങ്ങ് അതും ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേവിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്ന് നമ്മൾ വേറെ ഒന്നും ഉണ്ടാക്കില്ല, അതിൻ്റെ കൂടെ നമ്മൾ ചുമ്മാ പരിപ്പ് കൂട്ടാനാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയൊന്നും അരയ്ക്കാതെ പരിപ്പ് വേവിച്ചിട്ട് അതിൽ 3 ഇഞ്ചി പച്ചമുളകും ഇടുക, വേവിക്കുക, കുക്കറിൽ 2 വിസിലടിക്കുക. നല്ല ടേസ്റ്റാണ് അത്. ഈ ഒരു റെസിപ്പിയുടെ കൂടെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.